എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. എന്താ പറയുക, എപ്പോഴെങ്കിലും കിട്ടുന്ന ഉമ്മയല്ലേ. ഇതിപ്പോൾ ഡെയിലി കിട്ടുന്ന ഉമ്മയായിരുന്നു, ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉമ്മ കിട്ടുന്നത്. കാരണം കൊണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നില്ലേ, അപ്പൊ അവര് കാണില്ലേ സംസാരം കേൾക്കില്ല എന്നുള്ളൂ അല്ലേ അമ്മ. പിന്നെ ഫോണിലൂടെ സംസാരിക്കില്ലേ. ഓഹോ അങ്ങനെ. അതുള്ള കാരണം കൊണ്ടാണ് ഒരു മടിയായത് തോന്നുന്നു അല്ലേ. നീ ഇല്ലാണ്ടല്ലേ വീട്ടില് സമയത്ത് അത് പറ. അത് എന്തൊരു കുറ്റാണമ്മ. ഞാൻ എന്നും വീട്ടിലിരുന്നാൽ മതിയോ? ഞാനെന്താ അതല്ലേ രാവിലെ പിടിക്കുമ്പോൾ നമുക്ക് പിന്നെ കുക്കിംഗ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നീ രാവിലെ അതുകൊണ്ട് ചെയ്തിട്ട് പോകും. ഇത് അങ്ങനെയല്ലല്ലോ, രാവിലെ ഇപ്പൊ ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നീ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ സമയം നോക്കണ്ടേ. ഇതിപ്പോ 7-ാം മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മകള് വന്ന പോലെയാണല്ലോ. നീ ഇല്ലായിരുന്നു എന്ന് പറയണത്. അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പോ ആരൊക്കെയോ പറഞ്ഞ കഥകളൊക്കെ, അല്ല കഥകളല്ല, ജീവിത അനുഭവങ്ങളൊക്കെ അവന്റെ കയ്യിൽ നിന്ന് കട്ടിട്ട് അമ്മ ഒരു വീട്. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, ഒരു കാര്യം അമ്മേനെ വിശ്വസിച്ച് പറഞ്ഞു പോകരുത്. അങ്ങനെ അങ്ങനെ നമ്മളൊക്കെ അല്ല, നമ്മളവരുടെ പേരൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ അതിനിപ്പോ അമ്മ കരയൊന്നും വേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞ അതിന് ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ലില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റിയ നല്ലൊരു മെസ്സേജ് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പറയാം. കാരണം പറയാൻ പോകുന്നത് അന്യന്മാരോടല്ല. ഇതിൽ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ വീഡിയോസൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ അത് വേറെ രീതി. നമ്മുടേത് പറഞ്ഞൊരു കൊച്ചു കുടുംബമാണ്. ഈ കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് അത് നമുക്ക് പറയാം, പങ്കിടാം അല്ലേ. ഇതൊരു ചെറിയ കുടുംബമാണ്, ഒരു കൂട്ടുകുടുംബം അല്ലേ. അങ്ങനെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയുടെ എന്തെങ്കിലും ഒരു കഥയോ കാര്യങ്ങളോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അത് പങ്കിടുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാവും. അവരത് എന്നോട് പറയണത് എന്തിനാണെന്ന്, അവരുടെ മനസ്സിനെ ഒരു ഇത് പങ്കുവെക്കുക. അവർ പറയാ ഈ ബന്ധുക്കളോടോ മറ്റുള്ളവരോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുക, അറിയോ എന്താണാവോ അവരുടെ വീട്ടിൽ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുമോ ആർക്കറിയാം. ആ പെൺകുട്ടിയുടെ ആണോ കുറ്റം, ഇവരുടെ ആണോ കുറ്റം, ആർക്കറിയാന്നൊക്കെ. അപ്പോൾ കഥാപാത്രം ഒരു പെൺകുട്ടിയാണോ? ഒരു വീട്ടിലെ കാര്യമാണ് പറയാ ഞാൻ. പിന്നെ പെൺകുട്ടികളൊക്കെ പിന്നെ കാട്ടിലുണ്ടാവുക വീട്ടിൽ തന്നെയല്ലേ. അപ്പൊ അങ്ങനെ നാട്ടുകാർ പറയേ, ഒരു വീട്ടിലൊരു പ്രശ്നം വരുമ്പോ നമ്മള് ബന്ധുക്കളോ ആരാണെങ്കിലും അവരെന്താ പറയാ, പിന്നെ അവര് പറയണതെന്ന് പറഞ്ഞാൽ ശരി, അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഒരുപാട് ഇങ്ങനെ ഊഹിച്ച് പറയണവരുണ്ടാവും. അപ്പോ അവർക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവര് എന്നോട്. എന്നിട്ട് അമ്മ വല്ല സമാധാനം അവർക്ക് കൊടുത്തോ? പോലെ തന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ കണ്ട നാൾ തൊട്ട് എനിക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചേച്ചിയോട് പറയണമെന്ന് തോന്നി. നമ്പർ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞിട്ടാണ് ഞാൻ അതൊന്നുമല്ല ചോദിക്കണത്, ഈ പറഞ്ഞവർക്ക് വല്ല ആശ്വാസം അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്ര ചോദിക്കാം. അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നീ മിണ്ടാണ്ടിരുന്നോ. അപ്പോ ഈ ഭീഷണിയാണ് സഹിക്കാൻ പറ്റിയത്. ഗുണ്ടകളെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് ഞാൻ പറയാം കേട്ടോ. എന്താ അറിയോ, അവർക്ക് ഒരേ മോനാണ്. അയ്യോ അമ്മ, ഞാനും പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഒരേ മക്കളുണ്ടായ ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ. എന്നോട് ഇത്തിരി കുറവാണ് അമ്മയ്ക്ക്. കേക്ക് ഞാൻ പറയട്ടെ, വിട്ടുപോകുന്നില്ല. എന്നിട്ട് നീ പിന്നെ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചോദ്യങ്ങളൊന്നും ചോദിക്കും. ഞാൻ എന്താ മാഷോ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചോദ്യം. കയ്യിൽ വല്ലതും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓ അങ്ങനെ. അപ്പൊ എന്താന്ന് പറഞ്ഞാ അവര് ഒരേ മോനാണ് കേട്ടോ, ഒരേ മോനാണ്. അത്യാവശ്യം ജീവിക്കാനൊക്കെ സൗകര്യം ഒക്കെ ഉള്ളവരാണ്. അപ്പൊ ഈ മോനെ ഒരു മോനുള്ളത് കാരണം എല്ലാവർക്കും ഒരു മോൻ എന്ന് പറഞ്ഞാൽ ഒരു മോള് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്നേഹമല്ലേ, വേറൊരു കുട്ടി ഇല്ലല്ലോ. ശരിയാണ്. രണ്ടെണ്ണം ഇട്ടതുകൊണ്ട് എന്നോട് തീരെ ഇല്ലേ കൂടാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവരിങ്ങനെ അപ്പൊ കല്യാണ പ്രായമൊക്കെ ആയി. ആരൊക്കെ കല്യാണ പ്രായമായത്? മോന്. അല്ലെങ്കിൽ അമ്മയ്ക്കാവില്ലല്ലോ. പെണ്ണൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ മോൻ ജോലി സ്ഥലത്താണ്. മോന് ജോലി മദ്രാസിലാണ്. ജോലി സ്ഥലത്ത് തന്നെ കല്യാണം കഴിക്കണം അല്ല. അപ്പൊ ഇവനോട് പെണ്ണ് കാണാനൊക്കെ ഞങ്ങള് നല്ല 2-3 പെൺകുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ട്. 3 പെൺകുട്ടികളെ ഒരുമിച്ച് കെട്ടാനോ? അങ്ങനെയല്ല, അതിന് അവന് ഇഷ്ടപ്പെടുക ആരാന്ന് അറിയില്ലല്ലോ. ഓ, സെലക്ട് ചെയ്യാൻ. അങ്ങനെ ഇവര് പോയി കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട 2-3 എണ്ണത്തിനെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പറയും, മോനെ നീ ഒന്ന് ലീവ് എടുത്തിട്ട് വന്നിട്ട് കണ്ടിട്ട് വേണം തീരുമാനം. എന്താ സ്വയംവരായിരുന്നോ? അപ്പൊ ഇവൻ പറയും എനിക്കിപ്പൊ ലീവില്ല അമ്മ, ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയും. അപ്പൊ അവര്
അത് സത്യം എന്ന് വിചാരിച്ച് അവരിങ്ങനെ ഇരിക്കുക. ഈ കല്യാണം കഴിച്ചിട്ട് കൊടുക്കണ്ടാവുന്നിട്ടായിരിക്കും പാവം. അപ്പോൾ ഒരു 3 മാസത്തിലൊരിക്കൽ ഇപ്പം വീട്ടിൽ വന്നിട്ട് പോകും. അപ്പോൾ അവൻ ലീവ് എടുത്തിട്ട് ഒരാഴ്ച വീട്ടിൽ നിൽക്കും. അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, മോനെ ആ പെൺകുട്ടികളെ നമുക്കൊന്ന് പോയി കണ്ടാലോ. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല അമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആവട്ടെ. അപ്പോൾ എന്തോ ഉണ്ട് ദാൽമേ കുച്ച് കാലാ ഹേ. അതെന്താ ഇപ്പോൾ ഇനി ഒരാഴ്ച എന്തായാലും നിനക്ക് ലീവ് ഉണ്ടല്ലോ, അപ്പോൾ കണ്ടിട്ട് വരാൻ മോനെ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ അത് 3 ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ നമുക്ക് വേറെ നോക്കാലോ. അല്ല പിന്നെ നമുക്കാണോ നോക്കാൻ വല്ല കുറവ്. ഈ മകൻ എന്താ പറയണറിയോ, അടുത്ത പ്രാവശ്യം നോക്കാമോ. അങ്ങനെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഇവൻ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇവർക്ക് നീ എന്താ മോനെ, നിനക്ക് എന്താ കല്യാണം കഴിക്കണ്ടേ, നിനക്ക് 29 വയസ്സ് ആയി, 30 വയസ്സായി, ഇനിയിപ്പോൾ 31 കഴിക്കാൻ പറ്റും, 30 കഴിക്കാൻ പാടില്ല എന്നാണ്. അതെന്താ 3ന്റെ അടുത്ത് പൂജ വരുന്നത് കൊണ്ട് അറിയില്ല. അങ്ങനെ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഞാൻ അവർ പറഞ്ഞ പോലെ പറയല്ലേ, എനിക്കത് അറിയാത്തതുകൊണ്ട് ചോദിക്കല്ലേ. അറിയില്ല. അപ്പോൾ 29 കഴിഞ്ഞു, ഇതാ 30, ഇനിയിപ്പോൾ നോക്കിയാലാണ് 31 ആകുമ്പോഴേക്കും ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊല്ലം നോക്കണം. ശരിയാണ്. 30 കഴിക്കരുത്. അപ്പോൾ ഇപ്പൊ നോക്കി അവന് ഇഷ്ടപ്പെടണ്ടേ, അത് പെട്ടെന്നൊന്നും ശരിയാവില്ലല്ലോ. എല്ലാവരും എൻ്റെ അച്ഛനെ പോലെ അല്ലല്ലോ കണ്ടത് ഇഷ്ടപ്പെടാൻ. എന്നിട്ട് നിന്റെ അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? അല്ല, അച്ഛനും അടിച്ചൊരു ലോട്ടറി, പിന്നെ ആർക്കും ലോട്ടറി അടിച്ചിട്ടില്ലേ വീട്ടില്? അല്ല പിന്നെ അപ്പൊ സന്തോഷായി. അപ്പൊ എന്തറിയോ, അപ്പൊ എന്താ പറയുക, അമ്മ എനിക്ക് ഈ പെണ്ണൊന്നും നോക്കണ്ട, ഞാനെന്റെ ജോലി സ്ഥലത്ത് ഞാനൊരു പെൺകുട്ടിയെ നോക്കിയിട്ടുണ്ട്, നല്ല പയ്യൻ. അപ്പൊ ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും മിടുക്കൻ അങ്ങനെ കണ്ടു, അങ്ങനെ പരിചയപ്പെട്ടു, അങ്ങനെ ഞങ്ങൾ ഇഷ്ടത്തിലായി. പിന്നെ കല്യാണം കഴിച്ചു. പോയി, അവർക്കൊന്നും വിരോധമില്ല, അവരുടെ സമ്മതമൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛന്റെ അമ്മയോട് എങ്ങനെയാണ് പറയാന്ന് പറഞ്ഞ് ഞാൻ നിന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞ പോലെ ഇരുന്നില്ലേ. അപ്പൊ അമ്മയും അച്ഛനും ഇപ്പൊ കല്യാണത്തിന് ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഒരിക്കലും അത് ശരിയാവില്ല, നമ്മുടെ ഇതിനനുസരിച്ചാവില്ല അന്യനാട്ടിലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ. അന്യനാടാണോ? അന്യനാട് എന്ന് പറഞ്ഞ മെഡ്രാസ്. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിന് നമ്മുടെ ജീവിത രീതി അവരുടെ ജീവിത രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. മലയാളിയാണോ? അല്ല, അങ്ങനെ. അപ്പൊ നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇല്ല അങ്ങനെയാണോ അമ്മയെന്ന് പറഞ്ഞു. അല്ല, അതെന്താ അമ്മേ, എന്തായാലും ഹിന്ദു അല്ലേ എന്ന് പറയും. അപ്പൊ അങ്ങനെയല്ല മോനെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതികൾ നമ്മളോട് പൊരുത്തപ്പെട്ടു പോകും. നമ്മുടെ രീതികളൊക്കെ അവർക്ക് അറിയാം. അല്ലെങ്കിൽ വേറെ അന്യനാട്ടിലെന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വ്യത്യാസം ഉണ്ടാവും നമ്മളെക്കാളും. അതാണ് നമുക്കത് ശരിയാവില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛനൊക്കെ അവാർഡ് കൊടുക്കണം. അല്ല, അച്ഛൻ അമ്മേനെ കർണാടകയിൽ നിന്നല്ലേ കൊണ്ടുവന്നത്? അത് മറന്നു. അയ്യോ, പക്ഷെ അമ്മ മലയാളി ആയിരുന്നല്ലോ, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അച്ഛനും അമ്മയൊക്കെ മലയാളി, ഞാനും മലയാളി അല്ലടാ. അപ്പൊ പിന്നെ നമ്മുടെ എല്ലാം ഒന്നായിരിക്കില്ലേ. നീ എന്നെയാണ് ഇപ്പൊ എല്ലാത്തിനും പറയുന്നല്ലേ, ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ആ അമ്മ പറയും, അച്ഛനും ഒക്കെ പറയും, വേണ്ട നമുക്ക് ശരിയാവില്ല, നമുക്ക് നമ്മുടെ നാട്ടിലെ മതി. നമ്മുടെ പുട്ട് എണ്ണ ആൾക്കാർക്ക് ഒരിക്കലും മറ്റേ ഇഡ്ഡലി തിന്നിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ മകൻ പറഞ്ഞു, എന്നപ്പോ അമ്മയും അച്ഛനും ഒരു കാര്യം ചെയ്തോളൂ, എനിക്ക് ഇപ്പൊ തൽക്കാലം കല്യാണം വേണ്ട, അങ്ങനെ എനിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാം, അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട. എന്നാൽ ഞാൻ ആ പെണ്ണിനും കെട്ടുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമല്ലാണ്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ നിങ്ങൾക്കൊരു മകനാണ്, അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഇതായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ ഒരു മക്കളുണ്ടെങ്കിൽ ഒക്കെ അച്ഛനമ്മയും പറഞ്ഞ പോലെ കേൾക്കൂലേ, 2 മക്കളുണ്ടെങ്കിൽ ഭയങ്കര തർക്കമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു മകൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഞാൻ എന്നോടിപ്പോൾ കുറച്ചു കാലത്തേക്ക് അമ്മ കല്യാണത്തിൻ്റെ കാര്യമേ മിണ്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം കടന്നുപോയി. 1 വർഷം കടന്നിട്ട് ഈ മകൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം കാണാനില്ല. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പറയാം, അപ്പം മതി എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ കല്യാണ കാര്യം എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് വിചാരിച്ചറിയോ, അയ്യോ ഇനിയിപ്പോ അവൻ ആ പെൺകുട്ടി തന്നെ മതി എന്നുള്ള തോന്നലാണ്, ഇനിയിപ്പം കല്യാണം ഇട്ട് കഴിക്കാണ്ടിരിക്കുവോ, 30 വയസ്സും കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് എന്തെങ്കിലും ആവട്ടെ, അവന്റെ ഇഷ്ടമാണല്ലോ വലുത്, മറ്റുള്ളൊരു കുടുംബക്കാരോ നാട്ടുകാരോ എന്ത് പറയണമെന്നൊന്നും നമുക്ക് നോക്കണ്ട, അവൻ്റെ ഇഷ്ടത്തിന് കഴിച്ചു കൊടുക്കുക, ജീവിതം അവൻ്റെ അല്ലേ, അവൻ ജീവിച്ചോട്ടെ അല്ലേ എന്ന് ഈ അച്ഛനും അമ്മയും തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, നീ പറയണത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നിനക്ക് ആ പെൺകുട്ടി എന്നെ വേണമെന്നല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, ആ പെൺകുട്ടിയെ തന്നെ നീ കെട്ടിക്കോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചു. അപ്പോൾ ഇവിടുന്ന് കല്യാണമൊക്കെ തീരുമാനിച്ചിട്ട് ഇവരിവിടുന്ന് കുറച്ച് പേര് പോയിട്ട് മദ്രാസ് പോയിട്ട് ആ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ഇവരുടെ രീതിയിലായിട്ടുള്ള റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ
അങ്ങനെയല്ല. അപ്പോൾ ഈ കുട്ടി വന്ന നാൾ തൊട്ട് എന്താ അറിയോ, ഈ കുട്ടിക്ക് ഇവരുടെ വീട്ടിലെ ഭക്ഷണമേ പിടിക്കില്ല. സ്വാഭാവികം. ഈ കുട്ടി എന്താ പറഞ്ഞാൽ അത് വ്യത്യസ്ത രീതിയിൽ 2 സ്റ്റേറ്റിലുള്ള പ്രശ്നങ്ങളല്ലേ, തമിഴ്നാട് ഫുഡ് വേറെ, കേരള ഫുഡ് വേറെ. ഒന്നാമത് അരി പിടിക്കില്ല. അപ്പോൾ എന്നാൽ പിന്നെ പച്ചരിയാണ് എന്ന് പറഞ്ഞിട്ട് പച്ചരിയുടെ ചോറൊക്കെ വെച്ചിട്ട് ഇവർ കൊടുത്തു. അപ്പോഴും ഇവരുടെ കറികളോ മറ്റോ ഒന്നും അവർക്ക് പിടിക്കില്ല. ഈ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ പറഞ്ഞു, മോനെ ആ കുട്ടി ഒരു ഭക്ഷണം കഴിക്കില്ല, എന്നാൽ ആ കുട്ടിക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറയും, എന്നിട്ട് കഴിച്ചോട്ടെ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒന്നും കഴിക്കില്ല, അതൊരു വിഷമമല്ലേ മോനെ, അത് എത്ര ദിവസമായി, ഒരാഴ്ചയായത് ഭക്ഷണമേ കഴിക്കില്ല. അപ്പോൾ മകൻ പറയുക, അമ്മ അത് അവൾക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന് തോന്നുന്നു, അവരങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, അവൾ പഠിച്ച് ഇങ്ങനെ നടന്നതല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും അറിയില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം അവൾക്ക് പുറത്തുനിന്ന് ഞാൻ എന്തായാലും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞു അമ്മ. കാരണം എന്താ പറഞ്ഞാൽ ഒന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ പുറത്തുനിന്ന് വരുത്തിയിട്ട് കഴിക്കും. അങ്ങനെ കുറച്ച് ദിവസം പോയി. കുറച്ച് ദിവസം ഇങ്ങനെ പോയപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ എന്നും ഈ പുറത്തെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് അത്ര നല്ലതല്ല, അത് ആരോഗ്യത്തിന് നല്ലതല്ല, ഒരു കാര്യം ചെയ്യുക, ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ, അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അമ്മയോട് ചോദിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുക, അത് പറയണ പോലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാം, നീ അതൊന്ന് നോക്കുക. അപ്പോൾ ഈ മകനും തോന്നി അമ്മ പറയുന്നത് കാര്യമാണല്ലോ. അപ്പോൾ പറഞ്ഞു, അതെ എന്നും ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഭക്ഷണം 3 നേരം വെച്ച് കഴിക്കുന്നത് നന്നല്ല, അത് ആരോഗ്യത്തിനും നന്നല്ല. അതപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലുമൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ അതുണ്ടാക്കാം, അല്ലെങ്കിൽ നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ എൻ്റെ അമ്മ നിനക്ക് അതുപോലെ ഉണ്ടാക്കി തരും. അവർക്കത് ദേഷ്യം. അത് പറഞ്ഞു, അതെന്താ അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പുറത്തുനിന്ന് ഞാൻ കഴിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലല്ലെങ്കിലും അധികം പുറത്തെ ഭക്ഷണമാണ് കഴിക്കാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് ശരി, അവർ എപ്പോഴും പുറത്തെ ഭക്ഷണമാണോ കഴിക്കാറ്, അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ കുട്ടിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്തെങ്കിലും കഴിക്കണമല്ലോ, ഇനി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയുക, ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം വീട്ടിലൊരു പെൺകുട്ടി വന്നാൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അമ്മമാർക്കൊക്കെ, ആ കുട്ടിക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നും ചില ആഗ്രഹങ്ങൾ, അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു നിരാശയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഇവർ അങ്ങനെ സഹിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മകൻ തന്നെ വെറുപ്പായി. കാരണം എന്നും ഈ പുറത്തുനിന്ന് ഭക്ഷണം വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ മകൻ തന്നെ പറഞ്ഞു, അതെ നിൻ്റെ ഈ സ്വഭാവം നീ മാറ്റണം, നീ വീട്ടിൽ പോയി വന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീട്ടിൽ പോയിട്ടൊരു മാസമൊക്കെ ഇരുന്നിട്ട് വന്നു, അപ്പോൾ നീ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ, എന്നും നിനക്ക് ഈ പുറത്തുനിന്ന് ഭക്ഷണം റൂമിൽ ഇരുന്ന് കഴിക്കുക വരുത്തുക, ഇത് ഇനി ഇവിടെ നടക്കില്ല, ഇത് ഒരു കുടുംബത്തിനും നടക്കാത്ത കാര്യമാണ് എന്ന് മകൻ പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് അത് അമ്മ പറഞ്ഞു കൊടുത്താമെന്നുള്ള ഒരു സംശയം. ഈ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്, അച്ഛനും അമ്മ ഇതിനൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കില്ല നിങ്ങൾക്ക് ജോലി തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വഴക്കാം. അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മ ഒന്നുമില്ല, ഒരു പാവാണ്, എനിക്ക് വേണ്ടിയിട്ട് അവർ എന്തോരം സഹിക്കുന്നുണ്ട് നിന്നെ, എന്നിട്ട് നീ അവരെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ട് മകന് ദേഷ്യം വരുമല്ലോ. കാരണം ഈ അമ്മ ഒന്നും പറയാണ്ട് അമ്മയാണോ പറഞ്ഞതെന്ന് പറയുമ്പോൾ മകന് ദേഷ്യം വരില്ലേ. തീർച്ചയായിട്ടും. മകൻ പറഞ്ഞു, എൻ്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല, നിന്നെ ഇത്രത്തോളം എൻ്റെ അമ്മ സഹിക്കുന്നുണ്ട്, നീ എന്ത് കാണിച്ചാലും ഒരക്ഷരം വേണ്ടാണ്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി അവർ ക്ഷമിച്ച് ഇരിക്കുകയാണ്, അപ്പം നീ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇവന് ദേഷ്യം വന്നിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര വിഷമം, ഇതെന്തായി തീരുമെന്നുള്ള പേടി, ഇവരൊന്നും ഇടില്ല. അയ്യോ എന്തിനാ മോനെ പോട്ടെ, ആ കുട്ടിക്ക് വിവരമില്ലാണ്ടായിരിക്കും, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇവരുടെ അത് നിൽക്കണം. പിന്നെ ഇവിടെ എന്ത് തൊട്ടതും പിടിച്ചതൊക്കെ ഇവരുടെ അമ്മയെ വിളിച്ചിട്ട് വിളിച്ചിട്ട് പറയത്രേ, അതെ ഇവിടെ ഭർത്താവിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അമ്മ ഓതി കൊടുക്കുക തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത്, എനിക്കിവിടെ ഒന്നും പറ്റില്ല, ഞാനാകെ ക്ഷീണിച്ചു പോയി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഹോട്ടലിൽ നിന്നാണെങ്കിൽ കൊണ്ടിരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്ന് ഭക്ഷണം, ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി കഴിക്കുകയാണ്, അതൊന്നും എനിക്ക് പിടിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മ അവിടുന്ന് എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് അറിയില്ല, നല്ലതല്ല പറഞ്ഞു കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇവള് പറയുന്ന മറുപടി കേട്ടാൽ അറിയാം,
ഇവർക്ക് പേടിയേ ഇല്ല അത്രേ. പുറത്തൊക്കെ വന്നിട്ട് ഇവർ കേക്കച്ചനെ പറയുന്നു. അതിനെന്താ ചെയ്യാ, ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും നല്ലതല്ല എന്ന് ഇവർക്ക് ഇവിടെ പറയുന്ന മറുപടി എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും അവരൊന്നും മിണ്ടില്ല അത്ര. എന്താ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കിയിട്ട് മിണ്ടാ വേണ്ടിയിരിക്കും. മകൻ വന്നാൽ അച്ഛ പറഞ്ഞു കൊടുക്കില്ല. ഇങ്ങനെ ആയി അവസാനം ഇവർ തമ്മിൽ തന്നെ ഒരു ചർച്ചയില്ല. കാരണം നീ എന്താണ് എൻ്റെ അമ്മയും അച്ഛനോട് നീ ഇങ്ങനെ, നിൻ്റെ വീട്ടിൽ നീ ഇങ്ങനെയാണോ, അങ്ങനെ ഓരോരോ കാര്യം വന്നിട്ട് ഇവരെത്ര വിട്ടുകൊടുത്താലും അവിടെ അതിന് തയ്യാറല്ല. അവൾക്ക് ഈ ഭക്ഷണം വെക്കാനോ പണിയെടുക്കാനോ ഒന്നിനും പറ്റില്ല. ഈ പുറത്തുനിന്ന് കഴിക്കണോ അവളുടെ ഇഷ്ടത്തിന് പുറത്ത് അങ്ങനെയൊക്കെയായി. അപ്പോൾ അവർ തമ്മിലിപ്പോൾ പിണങ്ങി. അത് പിണങ്ങിയിട്ട് അവൾ വീട്ടിൽ പോയിട്ട് പിന്നെ പറയുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, ഞങ്ങൾ അവളുടെ അമ്മ പറയത്രേ, ഞങ്ങൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം വരുത്തി കഴിക്കും, ഏതാണ്ട് ദിവസങ്ങളിലാണ് ഞങ്ങൾ വീട്ടിൽ വയ്ക്കുള്ളൂ, ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇവന് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ മകളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ജീവിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അവൻ അമ്മയുടെ വാക്ക് അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു. അതിപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി. ഇതാണിപ്പോൾ അടുത്ത മാസം എന്തോ ആവും. കേസല്ല, കേസൊക്കെ നടത്തുന്നുണ്ട്, ആവുന്ന പറയുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. കല്യാണം കഴിച്ചിട്ട് എന്ത് സുഖം കിട്ടി, ഇവർക്ക് എന്ത് സുഖം കിട്ടി, സ്നേഹിച്ചിട്ട് എന്ത് സുഖം കിട്ടി, ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് അവനെന്ത് നേട്ടം കിട്ടി. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ജീവിതം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കും, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാനെന്തിനു ഓർക്കണം, അല്ല ഞാൻ നിന്നോട് പറയാതെ ഞങ്ങളുടെയൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ അച്ഛൻ അമ്മ മാത്രമല്ല, ചെറിയമ്മമാര് വലിയമ്മമാര് അച്ചാച്ചൻ അമ്മമ്മ ആരും മുതിർന്നവർ ഇനി അടുത്തുള്ള ആൾക്കാരടക്കം വന്നിട്ട് എന്താ പറഞ്ഞു തരും അറിയോ, ദൈവമേ ഉപദേശം കേട്ട് 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 ഞങ്ങൾ അങ്ങനെ ആയി. അത് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ മോളെ. പോകുന്ന വീട് ഒരു പുതിയ ഇടമാണ്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയായിരിക്കില്ല അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതി. ഇവിടെ നീ ആഗ്രഹിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കില്ല അവിടെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. അപ്പോൾ നീ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അവരുടെ വീട് പ്രകാശിക്കാൻ കൊടുക്കുന്നൊരു വിളക്കാണ്. അപ്പോൾ അവിടെ ഉള്ളവരാണ് നിൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവിടെ ഒരു മകളായി ജീവിക്കണം, മരുമകൾ മാത്രമായ പോരാ, ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മാനം കാക്കേണ്ടത് നീയാണ് മോടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും പണ്ടത്തെ കാലത്ത്. കാരണം ഞാനൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചാണല്ലോ, കുറേ മക്കളൊക്കെ നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞയക്കിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ്റെയൊക്കെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വിളക്ക് കണ്ടിട്ടുണ്ടോ അമ്മ, വിളക്ക് അത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയാലും സ്വർണം കൊണ്ടുണ്ടാക്കിയാലും അതിൻ്റെ മൂല്യം എന്താണ്, പ്രകാശമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ എവിടെ ചെന്നാലും നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രകാശം പരത്തണം. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ സ്വാർത്ഥത എന്ന് പറയുമ്പോഴാണ് പല ജീവിതങ്ങളും നശിച്ചു പോണത്. ഇവിടെ രണ്ട് തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, തുടക്കം തന്നെ ഭർത്താവിനത് ഇഷ്ടമല്ലെങ്കിൽ ഇതിവിടെ നടക്കില്ല, എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പുറത്ത് പോയി കഴിക്കാം അല്ലേ, നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം പുറത്ത് പോകാം, ബാക്കി ദിവസമൊന്നും ഇത് ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ ആ പെൺകുട്ടി പഠിച്ചേനെ. എന്താക്കി, ഭർത്താവിൻ്റെ ഭാഗത്ത് ആദ്യത്തെ ഒരു തെറ്റ് വന്ന പയ്യൻ്റെ ഭാഗത്ത്. അവൻ എല്ലാ ദിവസവും കൂടി 7 മാസം കഴിയുമ്പോഴാണ് അവന് ജ്ഞാനോദയം ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോൾ 7 മാസം അതങ്ങോട്ട് ശീലിച്ചു പോയി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അത് വിടാൻ പറ്റാണ്ട്. അപ്പോൾ 7 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിക്ക് പയ്യൻ്റെ അമ്മയുടെ മുകളിലായിരിക്കും ദേഷ്യം വരിക. എൻ്റെ ഭർത്താവ് കുഴപ്പക്കാരനല്ല, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു അമ്മയാണ് കുഴപ്പക്കാരെന്ന് തോന്നുന്നു. അതെ, ഇത് കേട്ടപ്പോൾ മനസ്സിലായി. ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ ഈ സോഡാപ്പൊടിയും കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഇട്ടിട്ട് നമ്മുടെ ആരോഗ്യമൊക്കെ നശിച്ചു പോകും. ഒന്ന്. രണ്ടാമത്, നാളെ ഭാവിയിൽ മക്കൾക്ക് അല്ലേ, അവർക്ക് ജനിക്കാൻ പോണ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു അമ്മ അവിടെ വേണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചേ പറ്റൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം. എന്നൊരു ഹോട്ടലിനെ ആശ്രയിച്ച് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ജോലി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവുകയാണ്, ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ല എന്നൊക്കെ. എന്നാലും ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അമ്മായിയമ്മക്കൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കി തരാറില്ല, അവർ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളണം. മക്കൾക്ക് അമ്മയുടെ എന്തെങ്കിലും ഒരു രുചി ഞാൻ കഴിക്കണം, നാളെ ജനിക്കുന്നൊരു മക്കൾ പറയില്ലേ, അവർക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കണ്ട. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇവിടെ തെറ്റ് പറ്റിയത് ആർക്കറിയോ, ആദ്യം ശീലിപ്പിച്ച ആ മകനാണ് ആദ്യം തെറ്റ് പറ്റിയത്. പക്ഷെ എന്നാലും അത്ര നാറ്റക്കേസാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു പിടി ഭക്ഷണത്തിന് കുടുംബ കോടതി കയറുമെന്നൊക്കെ പറഞ്ഞാൽ സംഭവം എന്താ, മിസ്അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയത് എവിടെ നിന്നാണ്, ഈ ഭക്ഷണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതാണ് പണ്ടത്തെ കാരണന്മാർ പറയണത്, ആണായാലും പെണ്ണായാലും ഒരു വിട്ടുവീഴ്ചകൾ. ആ വിട്ടുവീഴ്ചകൾ തന്നെയാണ് ജീവിതം. ആ പയ്യൻ്റെ അമ്മ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ചെക്കൻ്റെ അമ്മ ആയതുകൊണ്ട് പറയാല്ല കേട്ടോ, അമ്മയാണ്. അത് ചെക്കൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും. പിന്നെ ഏറ്റവും കൂടുതൽ അപ്പുറത്തുള്ളൊരു ഫോണിൽ നിന്ന് ചിലപ്പോൾ പിരിക്കാൻ വേണ്ടി പറയാതിരിക്കുന്നത് പറഞ്ഞില്ലേ, ആ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. കാരണം അവരൊക്കെ ജീവിച്ച് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ ജീവിതം ജീവിച്ച് കഴിഞ്ഞു. അവർക്ക് ഇനി ഇവർ പിരിഞ്ഞെന്ത് പിരിഞ്ഞില്ലെങ്കിൽ എന്തല്ലേ,
ഇപ്പോൾ ഈ വിവാഹബന്ധം പിരിയാന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് മാറുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത് അല്ലേ? അപ്പോൾ അവിടുന്ന് അതിനെ നല്ല രീതിയിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും ശരിയാവുണ്ടായിരുന്നു അല്ലേ? ഇവിടെ എന്താ പറയുക, ഇവിടെ ഒത്തുചേർത്ത് പിടിക്കാൻ ഒരു കുടുംബത്തിൻ്റെ ശക്തി ഉണ്ടാകുന്നില്ലേ? ഒരു കുടുംബം വേണം അല്ലേ? ആണിൻ്റെ പാട്ടിലും പെണ്ണിൻ്റെ പാട്ടിലും നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങൾ സ്വതന്ത്രമായിക്കോളൂ, നിങ്ങളുടെ അച്ഛനമ്മയും വേണ്ട, പെണ്ണിൻ്റെ അച്ഛനമ്മയും വേണ്ട, ആണിൻ്റെ അച്ഛനമ്മയും വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഒരു കുടുംബ ഭദ്രതയില്ലാണ്ട് ഒരു ബന്ധവും ശാശ്വതമായി നിലനിൽക്കില്ല. ശരിയാണോ? ഒരു ആണിനെ, ഇപ്പോൾ ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു ആണിനെ മാത്രം കണ്ടിട്ട് ഒരാളൊരു പെണ്ണ് കൊടുക്കുമോ? അപ്പോൾ ഒരു ചെക്കൻ പെണ്ണ് കാണാൻ വരുമ്പോൾ അച്ഛനാരാണ്, അമ്മയാരാണ്, തറവാട്ട് എന്താണെന്ന് എന്തിനാണ് നോക്കുന്നത്? ഒരു കുടുംബം എന്ന് പറയുന്നൊരു പവറാണ്, ഒരു ഒത്തൊരുമയാണ് അല്ലേ? കല്യാണം കഴിഞ്ഞ പിന്നെ എന്താണ്, ചെക്കനെ മാത്രം മതി എന്നുള്ള തോന്നൽ തെറ്റല്ലേ? അതുവരെ ചോദിക്കും ആരൊക്കെയുള്ളത്, അച്ഛനുണ്ടോ അമ്മയുണ്ടോ, എന്താണ് തറവാട്ട് വീട്ടും പേരെന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കുമല്ലോ. പിന്നെ കല്യാണങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും വേണ്ട അമ്മയും വേണ്ട കുടുംബവും വേണ്ട എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ആ ചിന്താഗതികളൊക്കെയാണ് എല്ലാവരും മാറ്റേണ്ടത്. പിന്നെ ആ കുട്ടിയുടെ അമ്മ എന്താ വിചാരിക്കേണ്ടത്? മോളെ, നമ്മൾ എന്തായാലും നമ്മുടെ അവരുടെയും ആഹാര രീതികളൊക്കെ വേറെയാണ്, നീ കുറച്ച് അപ്പോൾ ഒരു മാസം ഇവിടെ നിന്നില്ലേ, നീ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കും, എന്നിട്ട് ഈ ഭക്ഷണം അവർക്കും നീ കൊടുക്കുക, അവർക്ക് ഇതും ശീലിക്കും അതും ശീലിക്കും, അങ്ങനെ നിങ്ങൾ നന്നായി കഴിയും. ആകെ ഒരു മകനല്ലേ ഉള്ളൂ, അപ്പോൾ അവിടുത്തെ അച്ഛനമ്മയും സ്വന്തം അച്ഛനമ്മയായിട്ട് കരുതും. പക്ഷേ ഈ ഒരു കഥ കേട്ടതിൽ ഈ ഒരു കഥ കേട്ടതിൽ എനിക്ക് ആകെ തോന്നിയൊരു കാര്യം എന്താ അറിയോ? അവിടെ പീഡനമോ കാര്യങ്ങളോ അടിയോ തല്ലോ വഴക്കോ ഒന്നുമില്ല. ആകെ ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ പിരിയാൻ പോവുകയാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ജീവിതം ഇത്രയേ ഉള്ളൂ, ഇത്രയും ഒരു വില കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് തോന്നുകയാണ് അല്ലേ? അപ്പോൾ അവരിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇത്രയേ ഉള്ളൂ ഇത്ര അവരുടെ വീട്ടിലെ പ്രശ്നം, ഈ ഭക്ഷണം അങ്ങനെയുള്ളതാണ്. അതും ആദ്യം അതിന് തുടക്കം കുറിച്ചത് തന്നെ ഈ മകനാണ്. ഇത് ശരിയാവില്ല എന്ന് നമുക്ക് ഇങ്ങനെ ആയപ്പോൾ പോരാ. പക്ഷേ ചുറ്റുമുള്ളവരെന്താ പറയണത് അറിയോ? അവരുടെ വീട്ടിൽ എന്താണോ അവ സംഭവിച്ചത് ആർക്കറിയാം, അവർ പറയുന്നത് സത്യമാണോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? ആ വിഷമം അവർക്ക് സഹിക്കാൻ പറ്റാണ്ട് എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചുറ്റുമുള്ളവർ പറയുന്നതൊക്കെ നമ്മൾ ചെവി കൊടുക്കാൻ നിന്നാൽ നമുക്ക് ദുഃഖിക്കാനേ സമയം ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ നാണക്കേട് ആർക്കാന്നറിയോ അമ്മയ്ക്ക്? ചെക്കൻ താമസിക്കുന്ന അവിടെ ചെക്കൻ്റെ നാട്ടുകാർ ഒരൊറ്റ മനുഷ്യൻ ചെക്കനെ പറ്റി നല്ലത് പറയില്ല. പെണ്ണ് താമസിക്കുന്ന അവിടെ പെണ്ണിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരൊറ്റ മനുഷ്യൻ പെണ്ണിനെ നല്ലത് പറയില്ല. ഇതാണ് സത്യം. അവനവൻ്റെ ആൾക്കാർ, അവനവൻ്റെ ചുറ്റുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കുറ്റം പറയണത് അവൻ്റെയാണ് കുറ്റം പറയും. ആ പെൺകുട്ടിയുടെ ചുറ്റുള്ള ആൾക്കാർ പെൺകുട്ടിയുടെയാണ് കുറ്റം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് സംഭവിക്കുക. പക്ഷെ നേരിട്ട് പറയില്ല. ഉള്ളിനുള്ളിൽ ഇത് തകർന്നല്ലോ എന്ന് സന്തോഷിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിൽ ഈ ബന്ധങ്ങൾ തകർത്ത് വലിച്ചേടാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? ഇതൊക്കെ തകർത്ത് വലിച്ചേടിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം കെട്ടുകാരൻ, രണ്ടാം കെട്ടുകാരി, അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കലിൻ്റെ വില മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവരും ഒന്ന് ഓർക്കണം. ദൈവം ചേർത്തി തന്ന നല്ലൊരു ബന്ധം ഒരു ഭക്ഷണത്തിൻ്റെ പേരിലേക്ക് അത് വളരെ മോശം. അല്ല, ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, നമുക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങളായ പൊറുക്കാൻ പറ്റണതാണെങ്കിൽ പൊറുക്കണം. വല്ല ഒരുപാട് കുടി തല്ലും വടിയും വഴക്കും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു ചേച്ചിയുടെ ദുഃഖമാണ്. ദൈവം സഹായിച്ചിട്ട് അത് ആ ഡിവോഴ്സിൻ്റെ അറ്റത്തെത്തുന്ന സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ മനസ്സ് മാറി അവർ ഒന്നാവട്ടെ എന്ന്. നല്ല ജീവിതം ജീവിക്കണം തോന്നിക്കഴിഞ്ഞ് ഒരു നിമിഷം മതിയല്ലോ, 1.5 മാസം സമയമുണ്ട്. അപ്പോഴൊക്കെ ആ കുട്ടിയുടെ മനസ്സൊന്ന് മാറി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാം, വീണ്ടും ഒന്നാവട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒരാളുടെ ദുഃഖമാണ് കേട്ടോ. അപ്പം അതിനു വേണ്ടി അവരുടെ ആ ദുഃഖം മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ബായ്.